ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഒരിക്കലൊരാൾ ചോദിച്ചു, നിങ്ങളെത്ര ഭാഗ്യവാനാണ്, വലിയ മഹാന്മാരുടെ ജന്മസ്ഥലങ്ങളും അതുപോലെ തന്നെ സമാധിയുമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്കും ഇത് പറ്റും. നിങ്ങൾ തൊട്ടടുത്തുള്ള എത്ര പേരുടെ അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്? കോവളം കണ്ടിട്ടില്ലാത്ത എത്ര പേരുണ്ട്? വർക്കല കടൽത്തീരം കണ്ടിട്ടില്ലാത്ത മലയാളികൾ എത്ര പേരുണ്ട്? നിങ്ങൾ എന്തിനാണ് അമേരിക്കയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നത്? നിങ്ങൾ വർക്കല പോലും കണ്ടിട്ടില്ലല്ലോ. ഇപ്പം ഞാൻ കൊളംബസിനെ സംസ്കരിച്ച സിമിത്തേരി കാണിക്കുമ്പോൾ ആളുകൾ പറയും, ലോകത്തിലെ മഹാന്മാരെ സംസ്കരിച്ച സിമിത്തേരികൾ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എത്ര പേരുടെ സിമിത്തേരി, ഇബ്രഹാം ലിങ്കൺ, മറ്റ് ഷേക്സ്പിയർ, ഇതൊക്കെ ലിസ്റ്റ് എടുത്ത്. അപ്പോൾ ഞാനൊരിക്കലും പിള്ളേരുടെ കോളേജിലെ പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്, വാസ്കോഡിഗാമയെ സംസ്കരിച്ച സിമിത്തേരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫോട്ടോജിയിൽ ഇവിടെ ചെന്നാൽ മതി. അപ്പോൾ ഈ നമ്മുടെ തൊട്ടടുത്തുള്ളതിനെ കാണാതെയാണ് നമ്മൾ അപ്പുറത്തെ വലിയ സംഭവത്തിലേക്ക് എത്താൻ പറ്റില്ല. ലോക സഞ്ചാരിയായിരുന്ന വാസ്കോഡഗാമയെ ആദ്യമായി അടക്കിയത് നമ്മുടെ കേരളത്തിലാണ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മളും ഇന്ന കാഴ്ച കാണാൻ പോവുകയാണ്. ഇത്രയും നാളായിട്ടും ഞാൻ ആ പള്ളിയിൽ പോയിട്ടിരുന്നില്ല. ലോക സഞ്ചാരിയായിരുന്ന ഇല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഇന്ത്യക്കാർക്ക് അദ്ദേഹം ഒരു ക്രൂരനായ ഇല്ലെങ്കിൽ നമ്മളെ ഭരിക്കാൻ വന്ന നമ്മളോട് വളരെയേറെ ദ്രോഹം ചെയ്ത ഒരാളാണെങ്കിലും ലോക സഞ്ചാരികളുടെ മനസ്സിൽ അദ്ദേഹം വലിയൊരു സഞ്ചാരി തന്നെയാണ്. അപ്പോൾ വാസ്കോഡഗാമയെ ആദ്യമായി അടക്കം ചെയ്ത നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ള, അപ്പോൾ നിങ്ങൾ സ്ഥലം മനസ്സിലേക്കാണ്, ഫോർട്ട് കൊച്ചി സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും വ്യൂ ഫൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസ്സിൽ ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നിറങ്ങുന്നത്. ഈ കാണുന്നത് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടാണ്. നമ്മളപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സഞ്ചാരികളാണ് ഈ ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ സെയിൻറ്റ് ഫ്രാൻസിസ് CCI ചർച്ച്. ഇതിപ്പോൾ ASIയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണുള്ളത്. ആയിരത്തി 1503 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ കോളനി ഭരണത്തിനായിട്ട് നടത്തിയ പോരാട്ടങ്ങൾക്കൊരു മൂക സാക്ഷിയായിട്ട് ഇന്നും നിലകൊള്ളുകയാണ് ഈ ഒരു ചർച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വാസ്കോഡഗാമയെ ആദ്യമായി അടക്കം ചെയ്ത സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഉള്ളിലെ കാഴ്ചകൾ പറ്റുമോ നോക്കാം. ആദ്യമൊക്കെ ഇവിടെ എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. നമുക്കൊന്നുകൂടെ നോക്കാൻ പറ്റുമോയെന്ന്. പോർച്ചുഗീസുകാർ പണിതാണെങ്കിൽ പിന്നീട് ഡച്ചുകാർ വന്നപ്പോൾ പിന്നെ അവരുടെ അധീനതയിലായി. പല പള്ളികളൊക്കെ നശിപ്പിക്കപ്പെട്ടെങ്കിലും ഈ ഒരു പള്ളി പിന്നീട് നിലനിന്നു. പിന്നെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അതിനുശേഷമാണ് ഇന്നീ കാണുന്ന നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ കാണുന്ന പോലെ CCIയുടെ ഒരു അണ്ടറിൽ വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലോ, ഒരുപാട് വിദേശികളാണ് ഇവിടെ എത്തുന്നത്. നോക്കിയുണ്ടോ, ഈ വന്നിട്ട് പോകുന്നതെല്ലാം സായിപ്പന്മാരാണ്. യൂറോപ്യന്മാർ ഇഷ്ടം പോലെയാണ് ഇവിടെ വന്നിട്ട് പോകുന്നത് കേട്ടോ. ഈ ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. അപ്പോൾ ഈ കാണുന്നതാണ് പള്ളിയുടെ ഒരു ഉൾവശം. ഇവിടെ നിരവധി വിദേശികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പള്ളിയുടെ അൾത്താരയുടെ ഭാഗമാണ്. പിന്നീട് റൈറ്റ് സൈഡിലായിട്ട് ആണ് വാസ്കോഡഗാമയെ ആദ്യമായി അടക്കം ചെയ്ത ആ ഒരു സ്ഥലമുള്ളത്. നിരവധി ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. നമ്മുടെ മുന്നിൽ നമ്മളെ ഭരിക്കാൻ വന്ന, നമ്മളെ കൊള്ളയടിച്ചു പോയ ഒരാളാണെങ്കിൽ ഈ പറയുന്ന യൂറോപ്യന്മാർക്ക് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം വരെ കവർ ചെയ്ത് കടന്ന് ഇന്ത്യയിലൊക്കെ എത്തിയ അവർ വലിയൊരു സഞ്ചാരിയാണ്. അവരുടെ മനസ്സിൽ വലിയൊരു മഹാനായ ആളിൻ്റെ രൂപമാണ് ഈ പറയുന്ന വിദേശികൾക്കുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ കാണുന്നതാണ് അദ്ദേഹത്തിനെ ആദ്യമായി അടക്കം ചെയ്ത ആ ഒരു സ്ഥലം. പിന്നീട് ഇവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെയായിട്ട് ചെറിയൊരു ബോർഡൊക്കെ കാണുവാൻ സാധിക്കും, വാസ്കോഡഗാമ ടോംബ് എന്ന് പറഞ്ഞ്. ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ചിലരൊക്കെ ഇതിലൊക്കെ നോക്കിയിരുന്ന് കണ്ണീര് പൊഴിക്കുന്നുണ്ട്.
അവരുടെ എന്താണ് പറയുന്നത് ഗതകാല സ്മരണകളും ഇല്ലെങ്കിൽ പൂർവികരെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടൊക്കെയുള്ള ഭയങ്കര ഫീലിങ്സ്, വിഷമമൊക്കെ നിറഞ്ഞ സീനുകളൊക്കെ നമുക്ക് ഈ ഒരു പള്ളിയിൽ വന്നാൽ കാണുവാൻ സാധിക്കും. കുറേ ആൾക്കാർക്ക് കൈയും കെട്ടി കുറേ നേരം കണ്ണടച്ച് ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ അന്നത്തെ പായ പോലെ കാണുന്നത് അന്നത്തെ ഫാനായിരുന്നേ. ഇന്നിപ്പോൾ സീലിംഗ് ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഈ കാണുന്ന ഈ പായ പോലത്തെ ഈ സംഭവം ഇത് ഇങ്ങനെ നമ്മൾ വലിച്ചിട്ട് കയറ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് വലിക്കുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അങ്ങനെ ആടുന്ന സമയത്ത് ഇരുന്നുണ്ടാകുന്ന കാറ്റാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇതാണ് ആ ഒരു അന്നത്തെ ഉപയോഗിച്ചിരുന്ന ഫാനുകൾ. അന്നത്തെ ടെക്നോളജിയാണ്. ഇതിങ്ങനെ ബന്ധിപ്പിച്ചേക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നിപ്പോൾ വർക്കിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അതിൽ നിന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് കാറ്റുകൾ ലഭിക്കുമായിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ചർച്ച് ASI പരിപാലിച്ചു പോകുന്നത്. നിരവധി ആൾക്കാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചർച്ചിലേക്ക്. അപ്പോൾ നമ്മൾ ചർച്ചിലെ കാഴ്ചകൾ കണ്ട് ഇറങ്ങി. എന്തുമാത്രം ആൾക്കാരെ വരുന്നതല്ലേ. വിദേശികൾ വന്നു ഒരുപാട് പേര് വന്നിരിക്കുന്നു. കുറേ പേര് അവിടെ നിന്ന് കരയുന്നുണ്ട്. ഞാൻ കുറച്ചൊന്നും വീഡിയോ എടുത്തില്ല. അവിടെ വീഡിയോ എടുക്കില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോ എടുത്തു. ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. കുറേയൊക്കെ ആൾക്കാർ അവിടെ നിന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വിദേശികളാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ശരിക്കും നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും ഇതിൻ്റെ ഒരു ചരിത്രം അറിയത്തില്ലാന്ന് തോന്നുന്നു. ഫോർട്ട് കൊച്ചി വരുന്നവരൊക്കെ മിക്കവാറും ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ കണ്ടതിന് ശേഷം അങ്ങ് പോകാറേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്നവർ ഈ ഒരു ചർച്ചും കൂടെ കാണാൻ ശ്രമിക്കുക. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ചർച്ചാണ് സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. 1524 ഡിസംബർ 23 കൊച്ചിയിൽ വെച്ചാണ് വാസ്കോ ഡ ഗാമ അന്തരിക്കുന്നത്. ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം ആദ്യമായിട്ട് എത്തിയ ഒരു യൂറോപ്യൻ, അതായത് ആഫ്രിക്കൻ വൻകര ചുറ്റി ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിയ ഒരു യൂറോപ്യൻ വാസ്കോ ഡ ഗാമയാണ്. കോഴിക്കോട് കാപ്പാടാണ് അദ്ദേഹം ആദ്യമായിട്ട് എത്തിയത്. 1498 അത്. പിന്നീട് തിരികെ പോർച്ചുഗലിലെത്തിയ ഗാമയ്ക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. 4 കപ്പലുകളിലാണ് ഗാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. അതിൽ 2 എണ്ണവും നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ 170ഓളം ആൾക്കാരുമായിട്ടാണ് ഇങ്ങോട്ട് പുറപ്പെട്ടതെങ്കിൽ 54 പേര് മാത്രമായിട്ടും അവശേഷിച്ചിരുന്നു. യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയോളം ചരക്കുകളാണ് ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ട് അദ്ദേഹം പോർച്ചുഗലിൽ എത്തിച്ചത്. അതിന് അദ്ദേഹത്തിന് മാനുവൽ രാജാവ് ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് 2-3 ദൗത്യങ്ങൾക്കായിട്ട് ഏതാണ്ട് 1500 കാലഘട്ടങ്ങളിൽ വീണ്ടും വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി. അതിൽ 3-ാം വരവിലാണ് വാസ്കോ ഡ ഗാമ നമ്മുടെ കൊടുങ്ങല്ലൂരിലും കൊച്ചിയിലുമൊക്കെ കൂടുതലെത്തുന്നതും ഇവിടെയുള്ള വ്യാപാരം നടത്തുന്നതും ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുന്നതും. പിന്നീട് ഈ കൊച്ചിയിൽ വെച്ച് വാസ്കോ ഡ ഗാമ അന്തരിക്കുകയായിരുന്നു. 1524 വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തി. അവിടെ നിന്ന് പിന്നെ കണ്ണൂരിലെത്തി. അങ്ങനെ ഡിസംബർ 24 മരണമടയുകയും ചെയ്തു. നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലൊക്കെ മിക്കവാറും ഒരുപാട് തണൽ മരങ്ങളുണ്ട് ഇതുപോലെ, കണ്ടല്ലേ. അപ്പം അത് കാരണം ഇവിടെ വരുന്നവർക്ക് ഉച്ചയ്ക്ക് വന്നാലും വലിയ വെയിലൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ നമ്മളെ എറണാകുളം സിറ്റിയെ അപേക്ഷിച്ച് വലിയ തിരക്ക് ഇല്ലാത്തൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. പിന്നെ വാഹനങ്ങൾക്കൊക്കെ ആയാലും പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇല്ലെങ്കിൽ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, ചരിത്രാന്വേഷികൾക്കൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കാണാനുമുള്ള സ്ഥലം കൂടെയാണ് ഫോർട്ട് കൊച്ചി. പിന്നീട് എന്തെങ്കിലും പണിതതാവാം. അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് അധികം പഴക്കം ഫീൽ ചെയ്യുന്നില്ല. ഫോർട്ട് കൊച്ചിയിലെ നമ്മൾ ഈ കാണുന്ന ദേവാലയത്തിലാണ് അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്തത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ 1539 പോർച്ചുഗലിൽ വലിയ സ്മാരകത്തോടെ അവിടെ കൊണ്ടുപോയി അടക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അടക്കം ചെയ്യപ്പെട്ടുവെങ്കിലും ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു രക്തവും മാംസവും ഒക്കെ അലിഞ്ഞു ചേർന്നത് നമ്മുടെ ഈ ഒരു കൊച്ചിയുടെ മണ്ണിലാണ്. ഈ കാണുന്ന സ്തൂപം ഉണ്ടല്ലോ, ഇത് 1-ാം ലോക മഹായുദ്ധകാലത്ത് മരണപ്പെട്ട പടയാളികളോടുള്ള ആദര സൂചകമായിട്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക.
കൂടുതൽ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.